നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയമങ്ങൾ കട്ടുകട്ടിയുള്ളതാണ്. ആയതിനാൽ തന്നെ പ്രവാസികൾ അതീവ ജാഗ്രതയോടെയാണ് അവിടെ തൊഴിൽ ചെയ്യുന്നതും ജീവിക്കുന്നതും. ഇപ്പോഴത്തെ സൗദിയിൽ നിന്ന് മറ്റൊരു വാർത്ത, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ആശ്വാസവും ഈ വാർത്ത നൽകുന്നുണ്ട്. ചെറിയൊരു വാക്കുതർക്കത്തിന്റെ പേരിൽ സ്വന്തം സുഹൃത്തിനെ സക്കീർ എന്ന യുവാവ് കൊല്ലേണ്ടി വരികയുണ്ടായി. ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത വാക്കുതർക്കത്തെ തുടർന്നുണ്ടായിരുന്നു സംഭവം നടന്നത്. 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സക്കീറിന് ഇപ്പോൾ മോചനം ലഭിച്ചിരിക്കുന്നത്. കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും സൗദിയിലെ സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടൽ മൂലമാണ് കൊല്ലം സക്കീർ ഹുസൈന് മോചനം ലഭിക്കാൻ കാരണമായത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ ദയ കാരണമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഇന്നലെ ദമാമിൽ നിന്ന് ശ്രീലങ്കൻ എയർലൈൻസിൽ സക്കീർ നാട്ടിലെത്തുകയുണ്ടായി. ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2009 ഒരു ഓണത്തിന്റെ അന്നാണ് സംഭവം നടക്കുന്നത്. അതായത് ദമാമിലെ മലയാളി സമൂഹത്തെ ഒട്ടാകെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. ഒരു ലാൻഡ്രിയിലെ ജീവനക്കാരനായിരുന്നു കൊല്ലം സ്വദേശി സക്കീർ ഹുസൈനും കോട്ടയം സ്വദേശി കോട്ടമുറിക്കൽ ചായയിൽ വീട്ടിൽ തോമസ് മാത്യു കൂട്ടുകാർ എല്ലാവരും ചേർന്ന് സദ്യയുണ്ടാക്കി കഴിച്ചിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ സംസാരമുണ്ടായത്. ഇവരുടെ തർക്കങ്ങൾക്കൊടുവിൽ സക്കീർ തോമസ് മാത്യുവിനെ അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത്. തോമസ് അപ്പോൾ തന്നെ മരിക്കുകയുണ്ടായി. സംഭവത്തിന് ശേഷം സക്കീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, വിചാരണ കോടതിയിൽ എത്തിച്ചു. വിചാരണ കോടതി 8 വർഷത്തെ തടവാണ് ശിക്ഷിച്ചത്. ശിക്ഷ കഴിഞ്ഞ ശേഷം തലവെട്ടുവാനും വിധി വന്നു. കേസ് നടക്കുമ്പോൾ സക്കീർ ഹുസൈൻ 23 വയസ്സായിരുന്നു പ്രായം. വൃദ്ധരായ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് സക്കീർ സൗദിയിലെത്തിയത്. സക്കീറിന്റെ അയൽവാസി വിഷയം പ്രവാസി സമ്മാൻ ജേതാവ് കൂടിയായ സൗദിയിലെ സാമൂഹിക പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി. പിന്നീട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നു. ഉമ്മൻചാണ്ടി മാത്യുവിന്റെ വീടുമായി ബന്ധപ്പെട്ട വിഷയം അറിയിച്ചു. പിന്നീട് കുടുംബ മാപ്പ് ലഭ്യമാക്കുകയായിരുന്നു. ഇതോടൊപ്പം കുടുംബം ഈ വിഷയത്തിൽ ഇടപെടാൻ ഷിഹാബ് കൊട്ടുകാടിന് അനുമതി പത്രം നൽകി. 2020 തന്നെ കുടുംബം നൽകിയ മാപ്പ് സാക്ഷ്യം സൗദി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അങ്ങനെ വധശിക്ഷ ഒഴിവാക്കി തടവ് ശിക്ഷ പൂർത്തിയാക്കി നാട് വിട്ടുപോകാൻ അനുമതി നൽകി. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനാൽ തന്നെ ഇന്ത്യൻ എംബസി ഔട്ട് പാസ് നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ കാരണത്തിന് ഫലമായാണ് അദ്ദേഹം നാട്ടിലെത്തിച്ചേർന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.